നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM CPI നേതാക്കളുടെയും അംഗങ്ങളുടെയും വിവരങ്ങൾ ശേഖരിക്കാൻ ഉടൻ ഉത്തരവിട്ട തഹസിൽദാർക്ക് ഇപ്പോൾ സസ്പെൻഷൻ. തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ ജില്ലയിലെ ഗുസ്ലിയാപര തഹസിൽദാർ M. അയ്യപ്പ സ്വാമിക്കെതിരെയാണ് ഇപ്പോൾ സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. തഹസിൽദാരുടെ വിചിത്രമായ നടപടിയിൽ ആദ്യം സർക്കാരും ഒന്ന് ഞെട്ടി, പിന്നീട് ഉടൻ തന്നെ നിയമ നടപടിയും എടുത്തു. ദിണ്ടിഗൽ ജില്ലയിലുള്ള കുജിലിയാംപാറയിൽ CPMകാരുടെയും CPIക്കാരുടെയും എണ്ണമെടുക്കാനാണ് വിചിത്ര ഉത്തരവുമായി തഹസിൽദാർ രംഗത്ത് വന്നത്. വിവാദ ഉത്തരവ് പുറപ്പെടുവിച്ച തഹസിൽദാർ അയ്യാസ്വാമിയെ ഉടനടി പദവിയിൽ നിന്ന് നീക്കണമെന്ന് ദിണ്ടിഗലിൽ നിന്നുള്ള CPM ലോക്സഭാ MP R. സച്ചിദാനന്ദം ആവശ്യപ്പെടുകയും ചെയ്തു. കുജിലിയാംപാറ താലൂക്കിന് കീഴിലുള്ള എല്ലാ ഗ്രാമങ്ങളിലെയും CPM CPI പാർട്ടികളിലെ അംഗങ്ങളുടെ പേരും വിലാസവും അടിയന്തരമായി ശേഖരിച്ച് സമർപ്പിക്കാനായിരുന്നു തഹസിൽദാർ അയ്യാസ്വാമിയുടെ വിവാദ ഉത്തരവ്. ഡെപ്യൂട്ടി തഹസിൽദാർമാർ, സോണൽ സബ് തഹസിൽദാർമാർ, റവന്യൂ ഇൻസ്പെക്ടർമാർ എന്നിവർക്കാണ് നിർദ്ദേശം നൽകിയത്. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്ന ഗ്രാമസഹായികൾക്കെതിരെ കടുത്ത അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും ഉത്തരവിലുണ്ടായിരുന്നു. ഔദ്യോഗിക ഉത്തരവിന്റെ പകർപ്പ് തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചാണ് ദിണ്ടിഗൽ MP R. സച്ചിദാനന്ദം റവന്യൂ വകുപ്പിനെതിരെയും തഹസിൽദാർക്കെതിരെയും രംഗത്തെത്തിയത്. പഴയ ബ്രിട്ടീഷ് കാലത്തെ ഫിംഗർ പ്രിന്റ് ആക്ട് നിലവിലിരുന്നപ്പോഴോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നിരോധനമുണ്ടായിരുന്ന കാലത്തോ പോലും ഒരു തഹസിൽദാർമാരും ഇത്തരമൊരു ജനാധിപത്യ വിരുദ്ധമായ സർക്കുലർ ഇറക്കിയിട്ടില്ലെന്നും സച്ചിദാനന്ദം പറഞ്ഞു. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, റവന്യൂ വകുപ്പ് മന്ത്രി KK സെങ്കോട്ടയ്യൻ എന്നിവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. തഹസിൽദാർ എന്തിനാണ് ഇത്തരമൊരു ഉത്തരവ് നൽകിയതെന്ന് അറിയില്ലെന്നും തമിഴ്നാട് CPI സംസ്ഥാന സെക്രട്ടറി P. ഷൺമുഖം പ്രതികരിച്ചു. തഹസിൽദാറിന്റെ ഉത്തരവിന്റെ പശ്ചാത്തലവും ലക്ഷ്യവും സംബന്ധിച്ച് അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കടത്തുകാർ, കയ്യേറ്റക്കാർ, കുറ്റവാളികൾ എന്നിവരുടെ പട്ടിക തയ്യാറാക്കാൻ തഹസിൽദാർ ഇതുപോലെ സർക്കുലറുകൾ പുറത്തിറക്കിയിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. ആഴ്ചയിൽ 4 ദിവസം ഉച്ചയ്ക്ക് 12 മണിക്കും 1 മണിക്കും ഇടയിലുള്ള 1 മണിക്കൂർ മാത്രമായി സന്ദർശകരുടെ പ്രവേശനം പരിമിതപ്പെടുത്തിയും നിവേദനം നൽകാൻ എത്തുന്നവർ മൊബൈൽ ഫോണുകൾ കൈവശം വയ്ക്കുന്നത് നിരോധിച്ചും തഹസിൽദാർ സാധാരണക്കാരായ പൊതുജനങ്ങളെ ഭയപ്പെടുത്തുകയാണെന്നും MP ആരോപിച്ചു. തഹസിൽദാറുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് മദ്രാസ് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ R. തിരുമൂർത്തി വിശേഷിപ്പിച്ചു. ഇത് നിയമവിരുദ്ധമാണ്. പോലീസ് അന്വേഷിക്കുന്ന പ്രതിയോ പൊതുസമാധാനത്തിന് ഭീഷണി ഉയർത്തുന്ന ആളോ ആണെങ്കിൽ പോലീസിന്റെ ആവശ്യപ്രകാരം തഹസിൽദാറിന് വിവരങ്ങൾ ശേഖരിക്കാൻ ഉത്തരവിടാം. എങ്കിൽ പോലും അത് നിയമങ്ങൾക്കനുസൃതമായും വിവിധ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടുമായിരിക്കണം. എന്നാൽ ഒരു തഹസിൽദാറിനെ ഇത്തരത്തിൽ സർക്കുലർ ഇറക്കി രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ അധികാരമില്ല. പാർട്ടിക്ക് ഈ സർക്കുലറിനെതിരെ കോടതിയെ സമീപിക്കുകയും അത് റദ്ദാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാമെന്നും അഭിഭാഷകൻ പറഞ്ഞു. ഉത്തരവിന്റെ ഔദ്യോഗിക പകർപ്പ് സമൂഹ മാധ്യമങ്ങളിൽ MP പങ്കുവച്ചു. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, റവന്യൂ മന്ത്രിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നാലെയാണ് നടപടി. വിരമിക്കാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് അയ്യാസ്വാമിയെ സ്ഥലം മാറ്റിയിരിക്കുന്നത്.